അടുത്തത് നമ്മൾ നോക്കാൻ പോകുമ്പോൾ ഈ ഫേസ്ബുക്കിന്റെ ആഡ്സ് ചിലർക്ക് ഫെയിലിയർ ആവേണ്ട റീസൺ എന്തെന്നുള്ളതാണ്. സോ ഇൻഎഫക്റ്റീവ് അഡ്വർടൈസിങ്. ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിനെ കുറിച്ച് ഇന്ന് ക്ലിയർ ആയിട്ട് കണ്ടന്റ് റൈറ്റിംഗ് നമ്മൾ നോക്കും. ഇൻഎഫക്റ്റീവ് അഡ്വർടൈസിംഗ് പറയുമ്പോൾ നമ്മളൊരു അഡ്വർടൈസ്മെന്റ് നോക്കുമ്പോൾ തന്നെ ഒരു എഫക്റ്റീവ് ആയിട്ടിരിക്കണം, കസ്റ്റമേഴ്സിന് അത് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ആവണം. അതില്ലാതെ അഡ്വർടൈസ്മെന്റ് നോക്കുമ്പോൾ ഒന്ന് ക്ലയന്റിന് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവാതെ ഇല്ലെങ്കിൽ ആഡ് ഒരു എഫക്റ്റീവ് ഇല്ലാതെ ഇരുന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് അത് പോകത്തില്ല. ജസ്റ്റ് ഒരു ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ആ ഇമേജിന്റെ എഫക്റ്റീവ് കണ്ടാണ് ആ കസ്റ്റമേഴ്സ് ആ ലേണിംഗ് പേജിൽ ക്ലിക്ക് ചെയ്യുന്നത്. ആ ലേണിംഗ് പേജിൽ പോയാണ് കാൾ ടു ആക്ഷനിലോട്ട് അവർ വരുന്നത് അല്ലെ. ഇങ്ങനെയൊക്കെ നിറച്ച കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ആ ഒരു പർട്ടിക്കുലർ അഡ്വർടൈസ്മെന്റ് എഫക്റ്റീവ് ആയിരുന്നാലേ ആ നമുക്ക് അവരെ മെസ്സേജ് അയക്കും, ഇല്ലെങ്കിൽ കാൾ ചെയ്യും, ഇല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലോട്ട് അവർ പോകും. ഇതൊക്കെ നടക്കും. പക്ഷെ കൊടുക്കുന്ന അഡ്വർടൈസ്മെന്റിങ് എഫക്റ്റീവ് ഇല്ലാതെന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. സോ അഡ്വർടൈസിങ് എഫക്റ്റീവ് ആയിട്ടിരിക്കണം. ആൻഡ് റോങ് ടാർഗറ്റിംഗ്, അത് നേരത്തെ പറഞ്ഞ പോലെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ കസ്റ്റമറെ ടാർഗറ്റ് ചെയ്യുന്നത്. സപ്പോസ് ഞാനൊന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് എന്റെ എഡ്യൂക്കേഷൻ കോഴ്സ്. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഞാനൊന്ന് ചിലപ്പോൾ C++, ജാവയോ ഇൻട്രസ്റ്റ് ഉള്ള ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഷുവർ ആയി എന്റെ കൺവേർഷൻ റേഷ്യോ ഇല്ലെങ്കിൽ എന്റെ അഡ്വർടൈസ്മെന്റിന്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് വരത്തില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് എന്താണ്, ആ പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് എന്താണ്, ആ മാർക്കറ്റിൽ നമ്മളെ കസ്റ്റമർ ആരെന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് അറിയണം. അവരുടെ ഏജ് കാറ്റഗറി നമ്മൾ അറിയണം, അവരുടെ ജെൻഡർ അറിയണം, അവരുടെ ഇൻട്രസ്റ്റ് അറിയണം. ഇതൊക്കെ അറിഞ്ഞ് ആ ടാർഗറ്റ് കസ്റ്റമേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യണം. അത് ചിലപ്പോൾ സെലക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾ റോങ് ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആണ് സെലക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ് ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട് ഫേസ്ബുക്കിൽ. അതുപോലെ റോങ് ആഡ് അറ്റ് റോങ് ടൈം. സോ അല്ലെങ്കിൽ റൈറ്റ് ആഡ് അറ്റ് റോങ് ടൈം എന്ന് പറഞ്ഞാലും ശരിയല്ല. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇന്ത്യൻ ടൈം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആക്റ്റീവായ ടൈം എന്താണ്? സോ ഫേസ്ബുക്കിൽ അറൗണ്ട് മോർണിംഗ് 9 o'clock ടു നൈറ്റ് അറൗണ്ട് 10 o'clock 11 o'clock വരെയും ഇന്ത്യൻ ടൈം ആക്റ്റീവ് ടൈമാണ് അഡ്വർടൈസിംഗിൽ. അതിലും ജസ്റ്റ് 10 o'clock 11 o'clock and afternoon 1 o'clock to 3 o'clock and evening time around after 7 o'clock to 10 o'clock, that ആണ് ആക്റ്റീവ് ടൈം. പക്ഷെ ഇന്ത്യൻ അഡ്വർടൈസ്മെന്റ് ഞാൻ ഇന്ന് രാത്രി 12 മണി മുതൽ വെളുപ്പാങ്കാലത്ത് 4 മണി വരെയും കൊടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ റോങ് ടൈം, റൈറ്റ്? അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന അഡ്വർടൈസിംഗ് കറക്റ്റായ അഡ്വർടൈസ്മെന്റ് ആയിരിക്കണം. അത് കറക്റ്റായ ടൈമിൽ കസ്റ്റമേഴ്സിന് പോയി ചേരണം. അത് നമ്മൾ നോക്കണം. പിന്നെ ഓൺലി വൺ ആഡ്സ് മീൻസ് നിറച്ചിലർ ചെയ്യുന്ന മിസ്റ്റേക്ക്. ചിലർ ഒരു 2-3 അഡ്വർടൈസ്മെന്റ് ഫേസ്ബുക്കിൽ കൊടുക്കുമ്പോൾ തന്നെ അവർ സ്ട്രെസ് ആവും. സോ ചിലപ്പോൾ അവരുടെ അഡ്വർടൈസ്മെന്റ് വന്ന ഫസ്റ്റ് ടൈം ആ സെക്കൻഡ് ടൈം ഫെയിൽ ചെയ്തായിരിക്കാം. അവർ വിചാരിച്ച പോലെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വരാതിരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ തിരിച്ച് ഇന്നൊരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നില്ല. ഇല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് നമ്മൾ പറഞ്ഞ പോലെ ഇൻഎഫക്റ്റീവ് അഡ്വർടൈസിംഗ് ആണ്, റോങ് ടാർഗറ്റിംഗ് ആണ്. അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു 5 to 6 hours നമുക്ക് മനസ്സിലാവും. ഇപ്പൊ എക്സാമ്പിൾ, നമുക്ക് ഒരു 5 days നമ്മൾ റീച്ച് ചെയ്യേണ്ടത് ഒരു 1000 പീപ്പിൾസ് ഐ വോണ്ട് ടു റീച്ച്, റൈറ്റ്? അപ്പോ എനിക്കറിയാം ഇന്ന് ഒരു ദിവസം അറൌണ്ട് 200 പീപ്പിൾസ് ഐ നീഡ് ടു റീച്ച്. സോ ഇന്ന് ഞാൻ 200 പീപ്പിൾ റീച്ച് ചെയ്താലേ ഇന്നൊരു 5 days ഞാൻ എന്നെ കൊണ്ട് 1000 റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആഫ്റ്റർ ഐ ഗേവ് മൈ ആഡ് around after 5 or 6 hours it come around 12 to 13 people reach. I know that this ad is not going to correct path. അപ്പൊ അതിനൊരു നല്ലൊരു എഫക്റ്റീവ് ഇല്ലാന്നുള്ളത് നമ്മൾ റീച്ച് പറയുമ്പോൾ തന്നെ കസ്റ്റമേഴ്സിന്റെ അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ റെസ്പോൺസിബിൾ കാണുന്നത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ആകുമ്പോൾ ഉടനെ തന്നെ ആ അഡ്വർടൈസിനെ നമ്മൾ റിജക്ട് ചെയ്ത് ന്യൂ അഡ്വർടൈസ്മെന്റിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, ഇല്ല 1 or 2 അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട് തിരിച്ചാൽ അങ്ങനെ ഇനിയും നമ്മൾ ചെയ്യേണ്ട എന്ന് വിചാരിച്ചാൽ വിട്ടുന്നുണ്ടെങ്കിലും ഇത് ഫെയിൽ ആവുന്ന ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ മെയിൻ ഈ 4 തിങ്സ് നമ്മൾ ഈ 4 മിസ്റ്റേക്സ് വരാതെ നോക്കിയോളാം. ഇൻഎഫക്റ്റീവ് അഡ്വർടൈസിംഗ് എഫക്റ്റീവ് ആയിട്ടിരിക്കണം. റോങ് ടാർഗറ്റിംഗ് ഇരിക്കാൻ പാടില്ല. നമ്മുടെ ടാർഗറ്റിംഗ് കറക്റ്റ് ആയിട്ടിരിക്കണം. ആൻഡ് അഡ്വർടൈസിംഗ് ടൈം ആൻഡ് അഡ്വർടൈസിംഗ് ടൈപ്പ് and only one ads means you should give some multiple ads and multiple targeting. Okay guys, thanks for watching.